നമ്മുടെയൊക്കെ തെങ്ങിന് വളപ്രയോഗം ചെയ്യേണ്ട സമയമാണിപ്പോ. ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് തെങ്ങിന് വളപ്രയോഗം നടത്താൻ ഏറ്റവും നല്ലത്. ഈ മാസങ്ങളിൽ വളപ്രയോഗം കൊടുക്കുന്നത് കൊണ്ട് തന്നെ തെങ്ങിന്റെ മച്ചിങ്ങ അല്ലെങ്കിൽ വെള്ളക്ക എന്നൊക്കെ പറയില്ലേ, അത് കൊഴിയാതെ നന്നായിട്ട് തേങ്ങ പിടിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ ഈ ഒരു സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് തെങ്ങില് തേങ്ങ പിടിപ്പിക്കാം. അപ്പോ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കണം. വിലപ്പെട്ട അറിവുകൾ നഷ്ടമാക്കരുത്. തെങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് മച്ചിങ്ങ പൊഴിയൽ. ഈ മച്ചിങ്ങ പൊഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ വേനൽക്കാലത്ത് നമ്മുടെ തെങ്ങിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കിട്ടാതെ വരുന്നത് കൊണ്ട് തന്നെയാണ്. തെങ്ങിനെ സംബന്ധിച്ച് നമ്മൾ നന്നായി നന കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചില ഇനങ്ങളിൽ വെള്ളം കിട്ടിയില്ലെങ്കിലും കായ്ക്കുന്ന ഇനങ്ങളുണ്ട്. ഒട്ടുമിക്ക തെങ്ങിൻ തൈകൾക്കും വെള്ളം ആവശ്യമുള്ളവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു മെയ്, ജൂൺ മാസങ്ങളിൽ തന്നെ തെങ്ങിന്റെ ചുവട്ടിൽ നല്ല രീതിയിൽ തടമെടുത്ത് തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും 1.5 മീറ്റർ മാറ്റി വേണം തെങ്ങിന് തടമെടുക്കാൻ. കാരണം ആ ഒരു ഭാഗത്തായിരിക്കും തെങ്ങിന്റെ ആക്റ്റീവായിട്ടുള്ള വേരുകൾ ഉണ്ടായിരിക്കും. അപ്പോ നമ്മൾ വളപ്രയോഗവും ആ ഒരു ഭാഗത്താണ് കൊടുക്കേണ്ടത്. തടമെടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുമ്മായമാണ്. ഒരു 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ 1 കിലോ അളവിൽ വരെ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം. നമ്മുടെയൊക്കെ മണ്ണില് പുളിരസം കൂടുതലുള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ തെങ്ങിന് കിട്ടണമെന്നില്ല. അപ്പോ വളങ്ങളൊക്കെ ചേർക്കുന്നതിന് മുന്നേ കുമ്മായം കൊടുത്ത് മണ്ണിന്റെ pH ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കി കൺട്രോൾ ആക്കണം. കുമ്മായം വെറുതെ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മാത്രം പോരാ, മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുമ്മായമോ ഡോളോമേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുമ്മായം ഒക്കെ ചേർത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വളപ്രയോഗങ്ങൾ ചേർത്ത് തുടങ്ങാൻ. ഈ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായി നമുക്ക് ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ജൈവ വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വളങ്ങളാണോ ഉള്ളത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചില വളങ്ങളും ചേർത്ത് കൊടുക്കണം. എന്തോരം ജൈവ വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നുവോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോ നന്നായി പൊടിഞ്ഞ കാലിവളങ്ങളായാലും കമ്പോസ്റ്റ് ആണെങ്കിലും പച്ചില വളങ്ങളാണെങ്കിലും ഈ ശീമക്കൊന്നയൊക്കെ ചേർത്തുള്ള വളങ്ങൾ തെങ്ങിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു തെങ്ങിന് 40 കിലോ ജൈവ വളമെങ്കിലും കൊടുക്കണമെന്നാണ് കണക്ക്. പക്ഷേ അത്രയൊന്നും കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്തോരം ജൈവവളങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊടുത്തിരിക്കണം. കാരണം നമ്മുടെ തെങ്ങിൽ നിന്ന് നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടാകാൻ ഈ ഒരു സമയത്ത് ജൈവവളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് പൊട്ടാഷ്. പൊട്ടാഷ് നമ്മുടെ വളങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് ചുമന്ന നിറത്തിലുള്ളതുമുണ്ട്, വെള്ള കളറിലുള്ളതുമുണ്ട്. ഒരു തെങ്ങിനെ സംബന്ധിച്ച് 1.5 കിലോ പൊട്ടാഷ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പൊട്ടാഷ് 3-4 ഘട്ടങ്ങളായിട്ട് നമുക്ക് മണ്ണിലൂടെ ചേർത്ത് തെങ്ങിന് കൊടുക്കാം. കാരണം നമ്മൾ കൊടുക്കുന്ന പൊട്ടാഷ് മുഴുവനായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി നമ്മുടെ മണ്ണിന് ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്ത് പൊട്ടാഷ് മഴവെള്ളത്തിന്റെ കൂടെ ചേർന്ന് അലിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ തവണയായിട്ട് കൊടുക്കാതെ പല ഘട്ടങ്ങളായി കൊടുക്കുന്നതാണ് നല്ലത്. പൊട്ടാഷ് നിർബന്ധമായും ചേർക്കണമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഉൽപാദനം കൂട്ടാനും മച്ചിങ്ങ പൊഴിച്ചിൽ നിർത്താനും ഒക്കെയാണ്. പൊട്ടാഷ് ചേർക്കുന്നത് പോലെ തന്നെ നമ്മൾ ചേർക്കേണ്ട ഒന്നാണ് യൂറിയ. ഏകദേശം 1/2 കിലോ അളവ് വരെ യൂറിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 കിലോ അളവിൽ രാജ്ഫോക്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോ നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജൈവ വളങ്ങളും രാസവളങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. രണ്ടും തമ്മിൽ 2 ആഴ്ചത്തെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. തെങ്ങുകൾക്ക് ജൈവ വളത്തിന്റെയും രാസവളത്തിന്റെയും ആവശ്യം കൂടുതലാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉൽപാദനം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ തെങ്ങോലകൾക്ക് മഞ്ഞളിപ്പൊന്നുമില്ലാതെ പച്ചപ്പോടെ നിൽക്കാനും മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തെങ്ങിന് 1/2 കിലോ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വളപ്രയോഗങ്ങളെല്ലാം എന്ന് വെച്ചാൽ രാസവള പ്രയോഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാൻ. ചില സമയങ്ങളിൽ നമ്മുടെ തെങ്ങില് ഒരു കുലയിൽ തന്നെ 2-3 തേങ്ങകൾ വലിപ്പമുള്ളതും ബാക്കിയൊക്കെ ചെറുതുമായി കാണാറുണ്ട്. അതിന് കാരണം സൂക്ഷ്മ മൂലകമായ ബോറോണിന്റെ കുറവാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോറാക്സ്
ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോറാക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ 2 കിലോ ജൈവ വളത്തോടൊപ്പം 100 ഗ്രാം ബോറാക്സ് ചേർത്ത് തടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിൽ നിന്നും നല്ല രീതിയിൽ വിളവ് കിട്ടും. ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഈ സമയം നിങ്ങളുടെ തെങ്ങിൽ നിറയെ തേങ്ങകളായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.